പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സഭയുടെ ആരംഭകാലം മുതലുള്ള ചരിത്രമാണ്. അത് പറയണമെങ്കിൽ അതിനോടുകൂടെ ഞാനിവിടെ എത്തിയ ചരിത്രം കൂടെ പറഞ്ഞാലേ ശരിയാകുള്ളൂ. അതുകൊണ്ട് അതുകൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. ദയവായി എല്ലാവരും ശ്രദ്ധയോടിരുന്ന് കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഹൈദരാബാദിൽ വന്നത് 1967 അത് ഇവിടെ വരാൻ കാരണം എനിക്ക് HIL ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്കുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു. ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഹൈദരാബാദിൽ വന്നത്. അതുവരെ ഈ ഹൈദരാബാദ് എവിടെയാണെന്ന് എനിക്കറിവില്ല. ഇതൊരു സത്യാവസ്ഥയാണ്. ആദ്യമായിട്ട് ഹൈദരാബാദിൽ വന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു, 2 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് കഴിയുന്നവരെ ആരാധനകൾക്ക് പോകാനോ അല്ലെങ്കിൽ ആളുകളുമായിട്ട് പരിചയപ്പെടാനോ ഒന്നുമുള്ള സാധ്യതകൾ കുറവായിരുന്നു. ഞങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലായിരുന്നു. കൂടാതെ ഞാൻ ബാച്ചിലറായിരുന്നു. എൻ്റേതായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഒക്കെ ആവശ്യമാകിയാൽ ആ കാലത്ത് ഈ ട്രെയിനിങ് തീരുന്നവരെ ആരാധനകൾക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അത് തെലുഗു ആരാധനയായിരുന്നു. ഒന്നും മനസ്സിലായില്ല, കാരണം തെലുഗു എനിക്കറിയില്ലായിരുന്നു. അതായത് ആ കാലത്ത് പാസ്റ്റർ PT ചാക്കോ അവറുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വളരെ ആദരണീയനായ വ്യക്തിത്വമായിരുന്നു. കുമ്പനാട്ടുകാരൻ CJ തോമസ് HIL ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നേക്കാൾ സീനിയറായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. താൻ പെന്തക്കോസ് വിശ്വാസിയായിരുന്നു. ഇദ്ദേഹം മൂലം ബ്രദർ ചെറിയാൻ എന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. ഈ വ്യക്തി മാവേലിക്കരക്കാരനായിരുന്നു. അദ്ദേഹം റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്നത്തെ നിംസ് എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അദ്ദേഹം കുടുംബമായി താമസിച്ചിരുന്നത് പഞ്ചകുട്ടയിലായിരുന്നു. അങ്ങനെ 3 കുടുംബങ്ങൾ ഒന്നിച്ച് കൂടി പ്രാർത്ഥന നടത്തുവാൻ തുടങ്ങി. ഈ കുടുംബം കൂടാതെ ഒരു തങ്കമ്മ എന്ന സഹോദരി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സഹോദരിയും HIL ജോലി ചെയ്തിരുന്നത്. 1971 മെയ് 13 ഞാൻ വിവാഹിതനായി. അപ്പോൾ ഈ 3 കുടുംബങ്ങളും ആ ഒരു സഹോദരിയും അങ്ങനെ 7 പേര് ചേർന്നാണ് പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങി, പ്രാർത്ഥനാ കൂട്ടം. ഈ കാലയളവിൽ ചെറിയാച്ചായൻ്റെ 2ാമത്തെ മകൻ ബ്ലസന് ഒരസുഖമുണ്ടായി. ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും അസുഖം കുറഞ്ഞില്ല. മാവേലിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ പ്രവർത്തിക്കുന്ന കൃപാവരങ്ങളുള്ള പാസ്റ്റർ TK ചെറിയാൻ അഥവാ കുഞ്ഞച്ചനെ ഹൈദരാബാദിലേക്ക് വരാൻ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു. ആ രോഗം സൗഖ്യമായി. തൽഫലമായി പ്രസ്തുത സഭയുമായി കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. ചെറിയാച്ചായൻ അന്ന് സദേൺ റെയിൽവേയിൽ ജോലി ചെയ്യായിരുന്നു. ഏറെ താമസിയാതെ അവർക്ക് കുടുംബമായി അമേരിക്കയിലേക്ക് പോകുവാനുള്ള ഇമിഗ്രേഷൻ വിസ ലഭിച്ചു. അദ്ദേഹം ജോലി രാജിവെച്ച് റെയിൽവേയിൽ നിന്ന് ലഭിച്ച പണത്തിൽ നിന്ന് 1000 രൂപ സഭയ്ക്ക് വേണ്ടി തന്നു. അന്ന് സഭയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. T. ജോൺ ആൻഡ് CJ തോമസിൻ്റെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ട് SBI HIL ബ്രാഞ്ചിൽ ഓപ്പൺ ചെയ്തു. 1000 രൂപ നിക്ഷേപിച്ചു. ഇതാണ് ആദ്യത്തെ ഫണ്ട്. അതിനുശേഷം അന്നുണ്ടായിരുന്ന ചുരുക്കം ചില്ലരിൽ നിന്ന് അല്പം ധനശേഖരണം നടത്തി ആ തുക കൊടുത്താണ് നാം ഇന്ന് ആരാധിക്കുന്ന സ്ഥലം വാങ്ങിയത്. ഒരു സ്ക്വയർ യാർഡിന് 14 rupees 75 പൈസ ആയിരുന്നു. ടോട്ടൽ എമൗണ്ട് 5222 rupees. അത് ഈ സ്ഥലം 354 സ്ക്വയർ യാർഡ് ആണ്. ഈ സ്ഥലത്തിൻ്റെ
രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് CJ തോമസ് കുടുംബമായി അമേരിക്കയ്ക്ക് പോയി. പാസ്റ്റർ TK ചെറിയാൻ ഞങ്ങളെ പാസ്റ്റർ PJ ദാനിയേൽ, പ്രസിഡന്റ് ഓഫ് പെൻറ്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് മാവേലിക്കരയുമായി പരിചയപ്പെടുത്തി. അതുകൊണ്ട് ആ സഭയുമായി ഞങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചു. പ്രസിഡൻറ്റിൻ്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു. ആ ഡേറ്റ് 22/1/1975. അതിനുശേഷം 1975 ഏപ്രിൽ മാസം പാസ്റ്റർ AG തോമസിന് ആദ്യത്തെ പോസ്റ്റിംഗായി ഹൈദരാബാദിൽ കൊടുത്തു. 8 വർഷം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. വളരെ നന്നായി പ്രവർത്തിച്ചു. ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ടു. ആദ്യമായി നടന്ന സ്നാന ശുശ്രൂഷയിൽ 13 പേർ സ്നാനമേറ്റു. അതിൽ ഒരാൾ പരാതനായ തോമസ് ചാക്കോ അഥവാ ബാബു, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, അഥവാ നമ്മുടെ ബ്ലസൻ തോമസിൻ്റെ ഫാദർ. പാസ്റ്റർ AG തോമസിന് ശേഷം അനേക ദൈവദാസന്മാർ ഇവിടെ താമസിച്ച് പ്രവർത്തിച്ചു. 1975 ഫെബ്രുവരി 2 മുറികളുള്ള ഒരു ചെറിയ ബിൽഡിംഗ് പണിയുവാൻ ദൈവം സഹായിച്ചു. ഒരു മുറിയിൽ പാസ്റ്റർ താമസിക്കുകയും ഒരു മുറിയിൽ ആരാധന നടത്തുകയുമായിരുന്നു. മധ്യത്തിലുള്ള ഭിത്തി പകുതി ഭാഗം പൂർണ്ണമായി കെട്ടിയടയ്ക്കുകയും ബാക്കി ഭിത്തിയില്ലാതെ ഒരു കർട്ടനിട്ട് ആരാധന ആരംഭിച്ചു. ആളുകൾ കൂടുതൽ വന്നാൽ കർട്ടൻ ഒരു വശത്തേക്ക് മാറ്റി ആളുകളെ ഇരുത്തുവാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ഏറെ താമസിയാതെ സ്ഥലം പോരാതെ വന്നു. ആയതിനാൽ ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി ആരാധന ആരംഭിച്ചു. നമ്മൾ ടെമ്പററി ഷെഡ് പണിത സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപയാൽ അത് പൊളിച്ച് ഒരു പുതിയ ബിൽഡിംഗ് പണിയുവാൻ ദൈവം സഹായിച്ചു. അവിടെയാണ് ഇപ്പോൾ തെലുഗു ആരാധന നടക്കുന്നത്. അതിന് മേലെ ഒരു ഫ്ലോർ കൂടെ. ആ ഫ്ലോറിലാണ് ബാക്കി മലയാളം സർവീസ് നടക്കുന്നത്. അതിനു മേലെ പാഴ്സണേജ് പണിയുവാൻ ദൈവം സഹായിച്ചു. അതിനു മേലെ ഒരു ഷെഡുണ്ടാക്കി അവിടെ തമിഴ് ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ രണ്ടാമത്തെ ഫ്ലോറിൽ പകുതി സ്ഥലത്ത് വേറൊരു ഷെഡും ഇപ്പോൾ സൺഡേ സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മാവേലിക്കരയിലുള്ള പെൻറ്റക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് പാസ്റ്റർ PJ ദാനിയേലിൻ്റെ മരണത്തിന് ശേഷം പെൻറ്റക്കോസ്റ്റ് ചർച്ചുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. 2001 നമ്മുടെ സഭ AG ചർച്ചുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. പാസ്റ്റർ AG തോമസിന് ശേഷം അനേക ദൈവദാസന്മാർ ഇവിടെ പ്രവർത്തിച്ചു. അവരുടെ പേരുകൾ താഴെ പറയുന്നതാണ്. നമ്പർ 1 പാസ്റ്റർ AG തോമസ്, 2 പാസ്റ്റർ KA തോമസ്, 3 late പാസ്റ്റർ NC ചാക്കോ, 4 late പാസ്റ്റർ സാമുവൽ തെറ്റാലിൽ, 5 പാസ്റ്റർ late ചാണ്ടി VJ, 6 പാസ്റ്റർ ലാലു തോമസ്, 7 പാസ്റ്റർ TM ജോസ്, 8 പാസ്റ്റർ അനിൽ K സാം, 9 പാസ്റ്റർ കുഞ്ഞുമോൻ അലക്സ്, 10 പാസ്റ്റർ മാത്യു ജോർജ്, 11th presently Pastor Matthew George and Pastor Feba Matthew both are continuing doing the gospel work. ഹൈദരാബാദിലെ ആദ്യത്തെ മലയാളം പെന്തക്കോസ്റ്റൽ ചർച്ച് നമ്മുടേതാണ് എന്നുള്ള വിഷയം സന്തോഷത്തോടെ ഇവിടെ കുറിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പാസ്റ്റർ മാത്യു ജോർജും പാസ്റ്റർ ഫേബ മാത്യുവും ഇവിടെ വന്നിട്ട് 23ാമത്തെ വർഷമാണ്. അവരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. ശൂന്യതയിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മലയാളം, തെലുഗു,
തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ആരാധന നടക്കുന്നു. അക്കാലങ്ങളിൽ നമ്മുടെ ബ്രാഞ്ച് ചർച്ചസ് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം ഷാപ്പൂർ നഗറിലാണ് തുടങ്ങിയത്. രണ്ടാമത്തെ പ്രവർത്തനം IDPL ഗാന്ധിനഗറിൽ തുടങ്ങി. മൂന്നാമത്തേത് മെഡിച്ചലിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. നാലാമത് സൂര്യാപേട്ട്, ഇന്നത്തെ അത് സൂര്യാപേട്ട് ഡിസ്ട്രിക്റ്റാണ്. അഞ്ചാമത് ചിന്തൽ, എൽക്കിച്ചെർല, ബോറബണ്ട. ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഷാപ്പൂർ നഗർ, ഹൈടെക് സിറ്റി, വില്ലേജ് മിനിസ്ട്രി ഇൻ കാശിപ്പേട്ട് ആൻഡ് ഗൊല്ലപ്പള്ളി. നമ്മുടെ തെലുഗു ആരാധന ആണിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് പാസ്റ്റർ ഫേബ മാത്യു അവറുകളാണ്. ഫേബ ആ ചാർജ് ഏറ്റെടുക്കുമ്പോൾ തെലുഗിൻ്റെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ തെലുഗു ആരാധന നടത്തുവാൻ യാതൊരു മടിയും കൂടാതെ സ്വീകരിച്ചു, പ്രവർത്തിച്ചു. ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ തെലുങ്കിൽ വളരെ നല്ല മെസ്സേജ് കൊടുക്കുവാൻ പഠിച്ചിരിക്കുന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ് സഭയ്ക്ക്. അനേകർ യേശുവിനെ അറിയുവാൻ അത് ഇടയായി. അനേക തെലുഗു ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആരാധന കടന്നു വരുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ഫേബ മാത്യു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റർ ഫേബ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. കൂടാതെ മേലെ തമിഴ് ആരാധനയുണ്ട്. തമിഴ് ആരാധന നമ്മുടെ മൂന്നാമത്തെ ഫ്ലോറിലാണ്. ആ തമിഴ് ആരാധന ലീഡ് ചെയ്യുന്നത് പാസ്റ്റർ ബാലരാജ് കുടുംബമാണ്. അതും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇംഗ്ലീഷ് ആരാധനയ്ക്ക് പാസ്റ്റർ മാത്യു ജോർജ് തന്നെ നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിൽ മറ്റുള്ളവർക്ക് ചാർജ് ഏൽപ്പിച്ച് അതും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. പലരും കടന്നു വരുന്നു, ആരാധനകളിൽ അറ്റൻഡ് ചെയ്യുന്നു. ഷാപ്പൂർ നഗറിൽ സക്കറിയ എന്ന് പറയുന്ന ബ്രദറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയ ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് താൻ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. തെറ്റില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഹൈടെക് ഏരിയയിലെ പ്രവർത്തനം ശാമുവൽ ജോൺ ബ്രദറും ബ്രദർ സുനിലും ചേർന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നു. നല്ലൊരു ആരാധന സ്ഥലം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കവിടെ ലഭിച്ചു. അതിൽ ഭംഗിയായി ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ആരാധനയാണ് അവിടെ മെയിൻ നടക്കുന്നത്. ആ വേലയും ഓർത്തും അവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഹിന്ദി ആരാധന നടത്തുന്നത് സഹോദരൻ KK സണ്ണിയാണ്. അദ്ദേഹവും തന്നാലാവോളം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ആ വേലയെയും ആ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൂടാതെ ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനമായിട്ട് കാശിപ്പേട്ടും ഗൊല്ലപ്പള്ളിയിലും പ്രവർത്തനമുണ്ട്. അത് ബ്രദർ ജോസാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ജോസിൻ്റെ കൂടെ തെലുഗു സഭയിലുള്ള സംഘത്തിലുള്ള ബ്രദേഴ്സും ജോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഒന്നിച്ചു പോകുന്നു. വളരെ ദൂരം വണ്ടി ഓടിച്ചു പോയി ആരാധന നടത്തി അവർ മടങ്ങി വരുന്നുണ്ട്. വളരെ പ്രതികൂല സാഹചര്യങ്ങളുള്ള സിറ്റുവേഷനിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇയർ 2001 നമ്മൾ മാവേലിക്കര പെന്തക്കോസ്തൽ ചർച്ചുമായിട്ടുള്ള ബന്ധം കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൂടാതെ AG ചർച്ചുമായി ചേരുവാനും ഉള്ള തീരുമാനമെടുത്തു. പ്രസൻ്റ്ലി where we are doing our worship, the Fatehnagar Church, that property we have purchased from Pentecostal Church of God to RCBS Society's name. It was originally registered on 22/1/1975. We have purchased it on 27/7/2022. ഈ പ്രവർത്തനങ്ങൾ കൂടാതെ RCSCS എന്ന സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദൈവം സഹായിച്ചു. പ്രത്യേകാൽ ചാരിറ്റി വർക്കുകൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. വേറൊരു സ്ഥലം വാങ്ങിക്കുവാൻ ദൈവം സഹായിച്ചു. അത് ഗണ്ടിമൈസമ്മ ഏരിയയിൽ സാരേഗുഡം എന്ന് പറയുന്ന സ്ഥലത്ത് ഔട്ടർ റിംഗ് റോഡിനോട് വളരെ അടുത്ത്. ഇത് വാങ്ങിയത് 10/9/2015 സ്ഥലം
ആരാധനാലയത്തിന് വേണ്ടിയാണ് ആദ്യമേ ഒറിജിനലി പ്ലാൻ ചെയ്തത്. എന്നാൽ ആരാധന ഇവിടെ നടത്തുവാൻ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഇപ്പോൾ നാം പ്ലാൻ ചെയ്യുന്നത് ഒരു മൾട്ടി പർപ്പസ് ബിൽഡിംഗ് അവിടെ പണിയണമെന്നുള്ളത് ആണ് സഭയുടെ താല്പര്യം. ആ മൾട്ടി പർപ്പസ് ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ഫ്ലോറിൽ അതോടുകൂടി ആരാധനയ്ക്കും ഉള്ള സൗകര്യം ഉണ്ടാകും. തീർച്ചയായും അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അത് എല്ലാവരും അതിനുവേണ്ടി ഉത്സാഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഈ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. സാമ്പത്തികമായിട്ടും നിങ്ങളെ പറ്റുന്നിടത്തോളം പ്രാർത്ഥനയിലും സാമ്പത്തികമായ വശത്തിലൂടെ എല്ലാം സഹകരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഇനിയും വൻകാര്യങ്ങളെ ചെയ്യുവാൻ ഇവിടെ സാധ്യതകളുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്താൽ സ്ഥാപിതമായതൊക്കെ നിലനിൽക്കും, താൽക്കാലികമായതൊക്കെയും മാഞ്ഞു പോകും. ആക്ടിങ് അതെ. चाय मेरे मिको इको खाते रेडी हो टिकट 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 और ये टिकट
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ ഇനിയും കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽപ്പാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.